ഇനി രാജസ്ഥാനിലെ കുഴൽക്കിണറിൽ വീണ കുഞ്ഞിൻ്റെ കാര്യം 2 വയസ്സുകാരി രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. കുഴൽക്കിണറിന് സമീപം സമാന്തരമായി മറ്റൊരു കുഴിയെടുത്ത് കുട്ടിയെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ രക്ഷാപ്രവർത്തനത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തി ഈ പ്രദേശത്തെ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. വിനീത വിജി വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. വിനീത, എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്? പറയൂ. എസ്കേനോട് അല്പം ആശ്വാസകരമായിട്ടുള്ളൊരു വിവരമാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. അതിലേറ്റവും പ്രധാനം ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് തന്നെയാണ്. ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി സ്റ്റേബിൾ ആണെന്ന് തന്നെയാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കുട്ടിക്ക് ഇപ്പോഴും ബോധമുണ്ട്, കുട്ടി പ്രതികരിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ആ കുഴൽക്കിണറിലേക്ക് ഓക്സിജൻ എത്തിച്ചുകൊണ്ട് കുട്ടിക്ക് ഓക്സിജൻ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റു ഭക്ഷണം കൊടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ കൂടി അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. 15 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കാര്യത്തിൽ ഒരു ആശങ്ക എന്ന നിലയിൽ ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. കാരണം ഇന്നലെ വൈകിട്ടോടെയാണ് കുഞ്ഞ് ആ കുഴൽക്കിണറിലേക്ക് വീഴുന്നത്. പിന്നീട് അധികൃതർ അവിടെ എത്തി രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നു. പക്ഷേ 15 മണിക്കൂർ പിന്നിട്ടിട്ടും കുട്ടിയെ ഇപ്പോഴും പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് കുഞ്ഞിന് ഓക്സിജനും ഒപ്പം തന്നെ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ ആ കുഴിയിലേക്ക്, ആ കുഴൽക്കിണറിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അതിന് സമാന്തരമായി മറ്റൊരു കുഴി കുഴിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ നിന്ന് കുട്ടിയെ പുറത്തെടുക്കാനുള്ള നടപടിക്രമങ്ങളാണ് ആരംഭിക്കുന്നതെന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ളത്. കുട്ടിയുടെ ആരോഗ്യ സ്ഥിതി വലിയ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമല്ല നിലവിലുള്ളതെന്നും പറയുന്നുണ്ട്. കുട്ടിക്ക് ബോധമുണ്ട്, ബോധാവസ്ഥയിൽ തന്നെയാണ് കുഞ്ഞിപ്പോഴും ഉള്ളത്. കുഞ്ഞ് പ്രതികരിക്കുന്നുമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. കുഞ്ഞിന്റെ ചലനവും ഒപ്പം തന്നെ കുട്ടിയുടെ അവസ്ഥയും ഒക്കെ അറിയുന്നതിനായി ഈ കുഴൽക്കിണറിലേക്ക് ഒരു ക്യാമറ ഇറക്കിയിട്ടുണ്ട്. അതിലൂടെ തന്നെ അവർ അക്കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി നിരീക്ഷിച്ചു വരികയും ചെയ്യുന്നുണ്ട്. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയൊരു വെല്ലുവിളിയായി ഈ ഘട്ടത്തിൽ നിൽക്കുന്നത് മഴയാണ്. ഇടവിട്ട സമയങ്ങളിലൊക്കെ തന്നെ ഇടയ്ക്ക് ശക്തമായൊക്കെ മഴ പെയ്യുന്നുണ്ട്. ഇത് രക്ഷാപ്രവർത്തനത്തിന് അല്പം വെല്ലുവിളി ഉയർത്തുന്നതായും അധികൃതർ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇന്നലെ രാത്രിയോടെയൊക്കെ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയായിരുന്നു. എത്രയും വേഗം ഈ കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ എന്നും പറയുന്നുണ്ട്. വളരെ ചെറിയ കുഞ്ഞാണ്, 2 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അതിന് എത്രയും വേഗം പുറത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അടക്കം പറഞ്ഞിരിക്കുന്നത്. ഈ കളിക്കുന്നതിനിടയിലാണ് കുഞ്ഞ് ആ കുഴൽക്കിണറിലേക്ക് വീഴുന്നത്. പിന്നീട് അവരുടെ വീട്ടുകാരൊക്കെ അധികൃതരെ അറിയിച്ചിരുന്നു. അതേസമയം തന്നെ രക്ഷാപ്രവർത്തനത്തിനായി ഉദ്യോഗസ്ഥരും മറ്റ് രക്ഷാപ്രവർത്തനത്തിനുള്ള ആളുകളും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പ്രദേശവാസികളടക്കം ഒന്നടങ്കം വലിയ പ്രാർത്ഥനയോടുകൂടി അവർ കാത്തിരിക്കുന്നുവെന്നാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത്. എത്രയും വേഗം കുട്ടിയെ പുറത്തെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എസ്കെൻ. ഓക്കെ, വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. നിസാം നിലമേൽ ചോദിക്കുന്നു, രാജ്യമാകെയുള്ള ഉപയോഗശൂന്യമായ കുഴൽക്കിണർ എന്തുകൊണ്ടാണ് മൂടാത്തത്? ഈ ചോദ്യം ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഉത്തരം പലപ്പോഴും കിട്ടുന്നില്ല എന്ന് മാത്രം.